കിരൺ ബാബു കാത്തു നിൽക്കുന്നു മാജിക് വാളുമായി. എന്താണ് കിരൺ ബാബു പുതിയ വിശദമായ വിവരങ്ങൾ അല്ലെങ്കിൽ വിശകലനം തരാനുള്ളത്? പ്രദീപ്, ഏറ്റവും കൃത്യമായി തന്നെ നമുക്ക് ഈ ഒറ്റ ചിത്രത്തിൽ തന്നെ മനസ്സിലാകാൻ കഴിയും എങ്ങനെയാണ് ഗുജറാത്തിൽ കോൺഗ്രസിന് അടിപതറിപ്പോയതെന്ന്. കഴിഞ്ഞ തവണ 2017 കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ഈ സൗരാഷ്ട്ര മേഖലയിലാണ്. ഇവിടെയായിരുന്നു കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ. അന്ന് 30 സീറ്റാണ് കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത്. 23 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞത്. അവിടെ നിന്നാണ് വലിയ വിജയം ഉണ്ടായത്. പട്ടേൽ വോട്ട് സ്വാധീനമൊക്കെ 47% വരുന്ന പട്ടേൽ വോട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇത്തവണ അവിടെ പൂർണ്ണമായും കോൺഗ്രസ് തകർന്നിരിക്കുന്നത്. കേവലം 8ലേക്ക് താഴ്ന്നിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ഇപ്പോൾ നിലവിൽ 48 സീറ്റുകളിലാണ് കൃത്യമായ വിവരങ്ങളുള്ളത്. അതിൽ 33 എടുത്തും BJP തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 8 സീറ്റുകൾ മാത്രം. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് അവിടെ മുന്നേറാൻ കഴിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയായ സൗരാഷ്ട്ര മേഖല, ആ സൗരാഷ്ട്ര മേഖല പൂർണ്ണമായും പോയിരിക്കുന്നു എന്നുള്ള ചിത്രമാണ്. മറ്റൊന്നുകൂടി നമുക്ക് പരിശോധിക്കാം. മറ്റേ ഗ്രാമീണ മേഖലയിലായിരുന്നു പ്രധാനമായും കോൺഗ്രസിന് വലിയ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള. ഇത്തവണ ഗ്രാമീണ മേഖലയിൽ ലക്ഷ്യമിട്ട് തന്നെയാണ് OBC വോട്ടിന് ലക്ഷ്യമിട്ടുള്ള മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ OBC മുഖ്യമന്ത്രി എന്ന വാഗ്ദാനമടക്കം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. അവിടെയും ഇത്തവണ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഏകദേശം ആ ചിത്രം ഇങ്ങനെയാണ്. റൂറൽ മേഖലയിലെ ചിത്രം BJP 19, കോൺഗ്രസ് 3 എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണയും ഈ റൂറൽ മേഖലയിലായിരുന്നു, ഗ്രാമീണ മേഖലയിലാണ് പ്രധാനമായും കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. സൗരാഷ്ട്ര മേഖല, അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖല, ഈ 2 മേഖലയിൽ നിന്നും കോൺഗ്രസ് ഏറെക്കുറെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ വരുന്ന കണക്കുകളും സൂചനകളും വെച്ച് പരിശോധിച്ചാൽ ഈ സ്ഥലങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടി കടന്നു കയറിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലേക്കാണ് കൂടുതൽ ആം ആദ്മി പാർട്ടി കടന്നു കയറിയിട്ടുള്ളതെന്ന് മനസ്സിലാവും. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ചിരുന്നത് ഒരു കാരണവശാലും ഗ്രാമീണ മേഖലയിലേക്ക് ആം ആദ്മി പാർട്ടി കടന്നു കയറില്ല, അവർ നഗര കേന്ദ്രീകൃത മേഖലയിൽ മാത്രമാവും നിൽക്കുക എന്ന്. പക്ഷേ നഗര കേന്ദ്രീകൃത മേഖലയിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലയിലേക്ക് കൂടി ആം ആദ്മി പാർട്ടി കടന്നു വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ട് അവിടെ കുറഞ്ഞിരിക്കുന്നു. BJPക്ക് ഇത്തവണ ഈ വലിയ വിജയം ഉണ്ടാകാൻ ഒരു കാരണം ചിലപ്പോൾ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചത് മാത്രമാവില്ല, അതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ ആം ആദ്മി പാർട്ടിയിലേക്ക് മാറിയത് കൂടി ആവാൻ സാധ്യതയുണ്ട്.